കൊല്ലം ചാത്തന്നൂരിലും പരിസര പ്രദേശങ്ങളിലും ഗുണ്ടാ സംഘങ്ങളുടെ ആക്രമണം തുടർച്ചയാകുന്നു. കാറിലും ബൈക്കിലും എത്തിയ ഗുണ്ടകൾ വിവാഹ ചടങ്ങിനെത്തിയവരെ ആക്രമിച്ചതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. സംഭവത്തിൽ 10ഓളം പേർക്ക് പരിക്കേറ്റു. ചാത്തന്നൂർ ആനന്ദഗിരി പ്രദേശത്താണ് ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം. വിവാഹ ചടങ്ങിനെത്തിയവരെ മദ്യക്കുപ്പി പൊട്ടിച്ച് കുത്തി പരിക്കേൽപ്പിച്ചാണ് ആക്രമണത്തിന്റെ തുടക്കം. കുത്തേറ്റ വിഷ്ണു ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ആക്രമണം ചോദ്യം ചെയ്ത പൊതുപ്രവർത്തകൻ ദിനേശിനെ കാറുകൊണ്ടിടിച്ച് കൊലപ്പെടുത്താനും സംഘം ശ്രമിച്ചു. ശേഷം കമ്പി കൊണ്ട് തലക്കടിക്കുകയും ചെയ്തു. സംഭവം തടയാനെത്തിയവർക്കും കുത്തേറ്റു. ഇങ്ങനെ നീളുന്നു അക്രമ പരമ്പര. ഇവിടെ എന്നും വഴക്കാണ്. സന്ധ്യ കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ ഭയങ്കര വരവാണ്. വെളിയിൽ നിന്ന് ആൾക്കാർ കഞ്ചാവും കുന്തോ ഇതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ അടിയും ബഹളവും. ഇവിടെ അല്ല, ഇവിടുന്ന് താഴോട്ട് ഈ വയലിൽ താഴെ അങ്ങ് അറ്റം വരെ ഉണ്ട്. കുപ്പികളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഇത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും വിളിക്കുക, അവരൊന്ന് വരും, അപ്പോഴേ അങ്ങ് പോകും. അവരിതിനെപ്പറ്റി ഒന്നും അന്വേഷിക്കത്തില്ല. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു 5-6 മാസം കൊണ്ടേ നടന്നുകൊണ്ടിരിക്കുക. മെമ്പറിക്ക പറയും, മെമ്പർ വിളിച്ച് പറയും. മെമ്പർ വീടപ്പുറമാണ്, മെമ്പറും വിളിച്ച് പറയും. ഇതൊന്നും ആരും ഗവനിക്കത്തില്ല. 8 അംഗ സംഘമാണ് അക്രമത്തിന് പിന്നിലെന്നാണ് ചാത്തന്നൂർ പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത്. ഇതിൽ 2 പേരെ പോലീസ് പിടികൂടി. അക്രമത്തിന് നേതൃത്വം കൊടുത്ത പ്രധാനികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. കഞ്ചാവ്, ലഹരിമരുന്ന് സംഘങ്ങളാണ് അക്രമത്തിന് പിന്നിലെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ 1 മാസത്തിനിടെ ചാത്തന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. കാര്യക്ഷമമായ പോലീസ് പട്രോളിംഗ് ഇല്ലാത്തതാണ് അക്രമ സംഭവങ്ങൾ തുടർച്ചയാകാൻ കാരണമെന്നാണ് ആക്ഷേപം. ന്യൂസ് മലയാളം, കൊല്ലം.